വെറും ഒരു പാവത്താനാം എന്നെ വില്ലനെന്നു വിളിച്ചില്ലേ, വില്ലനെന്നു വിളിച്ചില്ലേ. അപ്പോഴേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ജാവദേക്കർ ഇറക്കിയതോ? അതോ? അതെ, എനിക്ക് ഉറച്ചിരിക്കാനായിരുന്നു, ഒന്നുറച്ചിരിക്കാനായിരുന്നു. അപ്പൊ ആത്മകഥ ഇറക്കിയതോ? അത് ആത്മകഥ ഇറക്കിയത് എനിക്ക് തലയണക്കീഴെ വെക്കാനല്ലേ, എന്റെ തലയണക്കീഴെ വെക്കാനല്ലേ. പോളിംഗ് ദിനത്തിൽ തന്നെ വീണ്ടും രാഷ്ട്രീയ ബോംബ് പൊട്ടിച്ചിരിക്കുകയാണ് ഇ പി ജയരാജൻ. തേങ്ങ ഉടക്കടാ ഭഗവാനെ, ഇതാണല്ലേ കുറെ നാളുകൊണ്ട് പൊട്ടിക്കും പൊട്ടിക്കും എന്ന് മാസ്റ്റർ പറഞ്ഞുകൊണ്ടിരുന്നത്. അവസാനം പ്രസ്ഥാനത്തിന്റെ മടി കിടന്ന് തന്നെ പൊട്ടി. എന്താടാ പട്ടി നീ ഉടച്ചത്? LDF കൺവീനർ സ്ഥാനത്ത് നിന്നും മാറ്റിയതിൽ പ്രയാസമെന്ന് അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ ഇ പി വ്യക്തമാക്കുന്നു. ജയരാജൻ സുമ്മവാ, കഴിഞ്ഞ ഇലക്ഷന് ജാവദേക്കറെ ഇറക്കി അണ്ണൻ ഈ പരിപാടിക്ക് തുടക്കം കുറിച്ച് വെച്ചതാ. സകലതിന്റെയും പുക കണ്ടിട്ട് അണ്ണൻ ഇനി ഇൻഡിഗോയിൽ കയറും. സരിൻ അവസരവാദിയെന്നും സ്വതന്ത്രർ വയ്യാവേലിയാകുന്നത് ഒഴിവാക്കണമെന്നും ആത്മകഥയിൽ ഇ പി മുന്നറിയിപ്പ് നൽകുകയാണ്. ഇലക്ഷന്റെ ദിവസം കൊടുക്കാൻ പറ്റിയ സർപ്രൈസ് മുന്നറിയിപ്പ്. അണ്ണൻ തകർത്തമ്മ, എവിടെ ഒന്ന് കാണട്ടെ. ഇന്ന് വന്നിട്ടുള്ള ഒരു കാര്യവും ഞാൻ എഴുതിയതല്ല. ഞാനല്ല, എന്റെ ഗർഭം ഇങ്ങനല്ല. ഞാൻ എഴുതാത്ത കാര്യങ്ങൾ എഴുതി ഇന്ന് 10:30 അത് പ്രസിദ്ധീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാർത്തയാണ് ഞാൻ കാണുന്നത്. നല്ലപോലെ പേടിച്ചിട്ടുണ്ട് കേട്ടോ. DC ബുക്സ് അണ്ണന്റെ വീട്ടിൽ നിന്ന് മോട്ടിച്ചോണ്ട് പോയി പ്രസിദ്ധീകരിച്ചതാണെന്നൂടെ അടിച്ചങ്ങോട്ട് ഇടണ. സാക്ഷി പറയാൻ വേണമെങ്കിൽ 5-6 അടിമകളെ ഏർപ്പാടാക്കല്ലോ. ആ തെരഞ്ഞെടുപ്പ് ദിവസം പാർട്ടിക്കെതിരായി വാർത്തകൾ സൃഷ്ടിക്കാൻ ബോധപൂർവം മാനിക്കുലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഈ മാനിക്കുലേറ്റ് ആരാണ്? ഏത് എതിർ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ശത്രുവാ അത്? ആരായാലും അണ്ണനോട് ഇത് ചെയ്യരുതായിരുന്നു. ശിവനും പാപിയൊക്കെ ഇറങ്ങി പുറപ്പെടുന്നതിന് മുന്നേ ലേലുവല്ലു പറഞ്ഞ് തടിയൂരാൻ പാവം പെടുന്ന പാട്. എന്നാലും എന്റെ മാനിക്കുലേറ്ററെ. ഇത് ബോധപൂർവമാണ്. അതിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട്. പ്രസിദ്ധീകരണക്കാരുടെ പ്രത്യേകമായിട്ടുള്ള ചില നടപടികളില്ലേ എന്ന് സംശയിക്കുകയാണ്. കേട്ടോ, നല്ല ഫ്രഷ് പ്രതിരോധം. കേസ് കൊടുക്കണം അണ്ണ. എന്താ ഈ നാട്ടിൽ ഒരു ആത്മകഥ എഴുതാനുള്ള കൊട്ടേഷൻ കൊടുക്കാൻ പറ്റാതായോ? പ്രസിദ്ധീകരിക്കാൻ DC ബുക്സുകാരെ ചുമതലപ്പെടുത്തിയിട്ടില്ല. അസത്യം, അസത്യം, അസത്യം. ഇത് പൂർണ്ണമായും മാനിക്കുലേറ്റ് ചെയ്തതാണ്. ആദ്യം ആ മാനിക്കുലേറ്ററിനെ പിടിച്ച് അകത്തിട്ട് വേണ്ട പോലെ കൈകാര്യം ചെയ്യും. ചോദിക്കേണ്ട പോലെ ചോദിച്ചാൽ മണി പോലെ ലവൻ പറയും. ഇതാരിവരെ ചുമതലപ്പെടുത്തിന്? എങ്ങനെയാണ് ഇവർക്ക് ഇതിന്റെ കോപ്പി കിട്ടിയത്? ഇനിയിപ്പോ പട്ടി വല്ലതും കടിച്ചുകൊണ്ട് DC ബുക്സിന്റെ ഓഫീസിൽ കൊണ്ടിട്ടതാണോ? കട്ടൻ ചായയും പരിപാടിയെന്ന് ഞാൻ എൻ്റെ ബുക്കിന്റെ കവർ പേജ് കൊടുക്കുമോ? അത് ശരിയാ. അണ്ണൻ കുറഞ്ഞ പക്ഷം ബർഗറും കോളയും എന്നെങ്കിലും അല്ലേ ഇടൂ. ആ പാവത്തിനാണ് പരിപ്പുവട എന്താന്ന് പോലും അറിയില്ല. അണ്ണാ, ഈ കേരള തമിഴ്നാട് അതിർത്തികളിൽ പരിപ്പ് ഉപയോഗിച്ചുണ്ടാക്കുന്ന ഒരുതരം പലഹാരമായി ഈ പരിപ്പുവട. കണ്ണൂരിലൊന്നും ഇതിനെപ്പറ്റി അറിയാൻ സാധ്യതയില്ല കേട്ടോ. ആരെപ്പറ്റിയാണോ ആ പുസ്തകത്തെ പറ്റിയെല്ലാം പറഞ്ഞിട്ടുള്ളത്, അദ്ദേഹം തന്നെ അതിനിശ്ചിതമായിട്ട് അത്തരത്തിലുള്ള ഒരു കാര്യവും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞ സാഹചര്യത്തിൽ, അങ്ങനെ പറയിപ്പിച്ച സാഹചര്യത്തിൽ ഇനി ആയുധം എടുക്കേണ്ട അല്ലേ മാസ്റ്റർ? മാവുള്ള മാവിലേക്കല്ലേ എറിയൂ? അതെ, മാവുള്ള മാങ്ങയിലല്ലേ സാധാരണ എറിയൂ. അത് തന്നെയാ പ്രശ്നം. ഈ മാവില്ലാത്ത മാങ്ങയിൽ എന്തിനാ എറിയുന്നതെന്ന് നമുക്ക് മറികടക്കാൻ പറ്റും. മറികടക്കുവോ അതോ മാറിക്കടക്കുവോ? കാണാൻ പോണ പൂരം പറയുന്ന എന്തിനല്ലേ? ഇല്ല, ഇനി ആ ഏരിയയിലേക്കില്ല. കോംപ്ലിമെന്റ്സ്, കോംപ്ലിമെന്റ്സ്, കോംപ്ലിമെന്റ്സ്. എന്തോ എല്ലാം പറഞ്ഞ് കോംപ്ലിമെന്റ്സ് ആക്കി. എന്ത് എല്ലാം ഒത്തുതീർപ്പാക്കിയെന്ന്